ഹലോ ഗൈസ്, അങ്ങനെ സാന്ത്വനം രണ്ടാം ഭാഗം പുതിയ പ്രൊമോല് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ അനുശ്രീക്ക് നമ്മുടെ ബാലൻ ധൈര്യം കൊടുക്കുക കേട്ടോ. വേറെ ഒന്നുമല്ല, ബാലൻ പറയുന്നുണ്ട് അടുത്ത ദിവസം മുതൽ അലോകിന്റെ ആ ഒരു വിചാരണ തുടങ്ങുകയാണ്. ആ ഒരു സമയം മോള് ധൈര്യത്തോടു കൂടെ നടന്ന സംഭവങ്ങളൊക്കെ തുറന്നു പറയണം എന്ന് പറയുക കേട്ടോ. അപ്പൊ നമ്മുടെ അനുശ്രീ ഭയങ്കര ധൈര്യവതി പോലെ ഞാനെല്ലാം പറയൂ വച്ച അവനിട്ട് ഞാൻ പണി കൊടുത്തിരിക്കും എന്നുള്ള രീതിയിലൊക്കെ മറുപടി കൊടുക്കുന്നുണ്ടേ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ധർമ്മൻ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ പ്രാർത്ഥിക്കുന്നേ? അലോകിന് ശിക്ഷ കിട്ടണമെന്നാണോ വെറുതെ വിടണമെന്നാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ അമ്മ പറയുന്നുണ്ട്, അവനെ വെറുതെ വിടാൻ അല്ലാതെ എന്താ മോനെ ഞാൻ പ്രാർത്ഥിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ധർമ്മം പറയുന്നുണ്ട്, ഏയ് അനുശ്രീയുടെ അടുത്ത് ചെയ്ത ക്രൂരതയ്ക്ക് അവന് നല്ല ശിക്ഷ കിട്ടണം എന്നാണ് എൻ്റെ ഇത് എന്നും പറഞ്ഞിട്ട് അവൻ ദേഷ്യത്തിൽ നമ്മുടെ ധർമ്മമാവൻ അമ്മയുടെ അരികിൽ നിന്നും എണീറ്റ് പോകുന്നുണ്ട് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഗോമതീനെ നമ്മുടെ മരുമക്കളെല്ലാവരും കൂടെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നുണ്ട്. അതായത് മിത്രയും മീനാക്ഷിയും ശ്രീദേവി എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് ബലമായിട്ട് പിടിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്തോ പൊട്ടിത്തെറി നടന്നിട്ടുണ്ട് നമ്മുടെ കൃഷ്ണമംഗലത്തുകാരായിട്ട്. നമ്മുടെ ഗോമതി എന്നിട്ട് പറയുന്നുണ്ട്, അവന്റെ സ്വഭാവം എനിക്കറിയാം, പക്ഷെ എന്റെ സ്വഭാവം അവർക്കറിയില്ലല്ലോ, അത് ഞാൻ കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ കൂടി നമ്മുടെ ഗോമതിനെ പിടിച്ചു വെച്ചിരിക്കും കേട്ടോ. അപ്പൊ ആ സെയിം സമയത്ത് നമ്മുടെ ആര്യം വരുന്നുണ്ട്. ആര്യം പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ പിന്നെ വേറെ രീതിയിലാകും അല്ലേ കൂട്ടുകാരെ. അപ്പൊ ആര്യം വരുന്നത് കാണുമ്പോൾ നമ്മുടെ മീനാക്ഷി തലയിൽ കൈവെക്കുന്നുണ്ട് കേട്ടോ, എന്റെ പൊന്നോ ഇനി പണി പാളിയല്ലോ എന്നുള്ള രീതിയിൽ. എന്തായാലും കാത്തിരിക്കാട്ടോ, അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.